ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന KFC ചിക്കൻ ഫ്ലേവറിലുള്ള അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്ന. നല്ല ടേസ്റ്റോട് കഴിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി എടുത്ത ശേഷം വെള്ളം നല്ലോണം വാർന്നിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്, വെള്ളം വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അത് മാറിപ്പോകരുത്. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്തതാണെങ്കിൽ നല്ലോണം ക്രഷ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂണ് വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളിത് 2 മണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട്. 1.5 മണിക്കൂറൊക്കെ എന്തായാലും മാറ്റി വെക്കുക. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എന്തായാലും വെക്കുക. 2 മണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുവരെ നമ്മളിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുക. ഫ്രിഡ്ജിലൊന്നുമല്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ഇനി നമുക്കൊരു ബൗളിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് ഒനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട്. ശരിക്കും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, എന്നാലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ഉണക്കി പൊടിച്ചെടുത്താൽ മതി. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനായിട്ട് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു ചിക്കന് ഈ ഒരു മിക്സ് ചെയ്ത ഈ ഒരു കൂട്ടിൽ നമ്മൾ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഈ ഒരു മൈദ കൂട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടാക്കി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് കോട്ടിങ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓരോന്നും ഇതുപോലെ ചെയ്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് മൊത്തം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദയൊക്കെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മസാലയും മൈദയും ഒക്കെ പാകത്തിന്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറോളം മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പാൽ, പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് സാധാ പാക്കറ്റ് പാലാണ് കേട്ടോ. അതുപോലെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു നുള്ളു പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോട്ടിങ് ചെയ്ത ചിക്കന് ഇതിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ ഡിപ്പ് ചെയ്തെടുക്കാനാണ് ഈ ഒരു സംഭവം. പിന്നെ ഇതിലോട്ട് വേണ്ടതിന് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് 100 ഗ്രാം കോൺഫ്ലെക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം ചെറുതാക്കിയിട്ട് അങ്ങനെ പൊടിച്ചെടുക്കണമെന്നില്ല. അതുപോലെ ഓട്സ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ വീണ്ടും മൈദയിൽ തന്നെ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു മുട്ടയും പാലും അതിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും മൈദയിൽ തന്നെ കോട്ടിങ് ചെയ്തെടുക്കാറുണ്ട് മൈദ മാവിൽ. പിന്നെ അതുപോലെ ഓട്സിലും ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും ആ ഒരു KFC സ്റ്റൈലിലുള്ള ചിക്കൻ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു സെയിം KFC ചിക്കൻ തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ ഒരു കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് മുക്കിയിട്ട് നമുക്ക് ഈ ഒരു കോൺഫ്ലെക്സിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കൈയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും സ്പോയിലാവാതെ എല്ലായിടത്തും നല്ലോണം കവറാകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കോൺഫ്ലെക്സ് കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കുക, എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ. അപ്പോഴേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെടുത്ത് വെച്ച് ചിക്കൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ മൊത്തം ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ നമുക്ക് 15 പീസാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നല്ല വലിയ സൈസിലുള്ള പീസാണെങ്കിൽ, ചിക്കൻ പീസാണെങ്കിൽ നമുക്ക് 8 10 ഒക്കെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള ചെറിയ സൈസിലാണെങ്കിൽ നമുക്ക് 15 ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ലോണം അങ്ങനെ ഡാർക്ക് കളറായിട്ട് അങ്ങനെ നല്ലോണം കളർ മാറാൻ നിൽക്കണ്ട. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി. നല്ലോണം ഡാർക്ക് കളറാക്കി ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ തന്നെ പാകത്തിന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടത്തുമില്ല. അതുപോലെ നമുക്ക് പെട്ടെന്ന് പുറം ഭാഗം ഓവറായിട്ട് ഫ്രൈ ആയിട്ട് വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കഴിക്കാനും കാണാനും ഒട്ടും കൊള്ളൂല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ, ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പാകത്തിന് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു കളറും കാണാൻ ആ ഒരു കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലും. അപ്പോൾ ഞാനിത് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടാക്കി നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു KFC ഫ്ലേവറിലുള്ള ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്